അങ്ങനെ ഇന്നൊരു ദിവസവും കഴിഞ്ഞു. ഇന്നൊരു വെൽ സ്പെൻഡ് ഡേ ആയിരുന്നു. രാവിലെ പോയി മീനിനെയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു, സന്തോഷത്തോടുന്നു. ആഹാരം കുക്ക് ചെയ്തൊക്കെ വെച്ചു. പക്ഷേ അപ്പോഴത്തേന് ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഇന്നതുപോലൊരു സ്ഥലത്ത് പോകാം. അപ്പം ഞങ്ങൾ 4 പേരുടെ പോയി. ഞാൻ വിചാരിച്ചൊരു അമ്പലം എന്നുള്ളതേ ഉള്ളൂ, പക്ഷേ ആ അമ്പലം അടിപൊളി അമ്പലം എന്ന് വെച്ചാൽ ഹിസ്റ്റോറിക്കലി ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു അമ്പലം. മുഗൾ ചക്രവർത്തിമാർ വന്ന് മുറിച്ച ശിലകളും ഒക്കെ ഉള്ളൊരു അമ്പലം. ഞാൻ എൻ്റെ ഫോട്ടോ കാണിക്കാം. അടിപൊളിയാണ്. ഈ പ്രതിമയുടെ ഒക്കെ കൈയും കാലും ഒക്കെ മുഗൾ ചക്രവർത്തിമാർ വെട്ടിക്കണ്ടിച്ച് കളഞ്ഞതാണ്. ഞാൻ വിചാരിക്കും ഇങ്ങനെയുള്ള പാറക്കല്ലൊക്കെ നശിപ്പിക്കണമെങ്കിൽ അവരുടെ വാളിൻ്റെ മൂർച്ചയെന്ന് ആലോചിച്ച് നോക്കിക്കേ. പക്ഷെ നല്ലൊരു അമ്പലം, ഫുള്ള് കല്ലും കൊണ്ടുണ്ടാക്കിയത്. ഇത് ഇവിടുന്ന് ഇറങ്ങുന്നതായത്, അതിൻ്റെ പുറകിലൂടെ ഉള്ളതാണ്. ഈ ഒരു മലയുടെ മണ്ടയ്ക്കാണ്ട് അവിടുന്ന് ഇറങ്ങുമ്പോൾ ഉള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ്. സൺസെറ്റ് സമയത്ത് ചെന്നുകൊണ്ട് നല്ല രസമായിരുന്നു. ഇതാണെങ്കിൽ മൊത്തം കല്ലും കൊണ്ടുണ്ടാക്കിയത്, അതും ഒത്തിരി വർഷം പഴയതാണ്. ഒത്തിരി വർഷം, ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഒത്തിരി വർഷം പറയാം. അതുകൊണ്ട് ഇതുണ്ടല്ലോ, ഇത് ആ അമ്പലത്തിലുണ്ടായിരുന്ന ജയിലാണ്. ഇതിങ്ങനെ ഇറങ്ങി ചെന്ന് നമ്മൾ നന്നായിട്ട് കുനിഞ്ഞ് അകത്ത് കയറണം. ഞാൻ ഇച്ചിരി ക്ലോസ്ട്രോഫോബിക്കാണ്, എന്നാലും ഞാൻ അകത്ത് കയറി ഇതെന്തുവാണെന്ന് കാണാം. അകത്ത് കയറി എന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് റൂം, ഇതാണ് അതിനകത്തുള്ള ഒരു ബ്ലാക്ക് റൂം. അതിനകത്ത് ഒരു മഹാദേവൻ്റെ ഒരു പടം ഇരിപ്പുണ്ട്. ഇതെല്ലാം ഞാനിങ്ങനെ കുനിഞ്ഞ് നിന്നോണ്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്തത്. ഇതിൻ്റെ ഈ മണ്ടയ്ക്കുള്ള കല്ലേലെല്ലാം ഇങ്ങനെ വെള്ള നനവാണ്, ഇങ്ങനെ ആ വരുന്നതിൻ്റെ ഇങ്ങനെ വെള്ള നനവ്. പിന്നെ അതുപോലെ തന്നെ നിന്ന് തിരിഞ്ഞ് കുനിഞ്ഞ് വേണം അതിനകത്ത് നിന്ന് ഇറങ്ങി വരാനായിട്ട്. പിന്നെ ഇത് ആ അമ്പലത്തിൻ്റെ സൈഡിലുള്ള സ്ഥലങ്ങളാണ്. നല്ല രസമാണ്, അത്യാവശ്യം പ്രകൃതി രമണീയൊക്കെയാണ്. തിരിച്ചു വരാൻ നേരം ഞാൻ ഇവിടെ കയറി സിനിമ കണ്ടു. ഏത് നമ്മുടെ വ്യസന സമേതം ബന്ധുമിത്രാദികൾ. ഹൈലി റിലേറ്റബിൾ. അവർ തിരുവനന്തപുരം കൊല്ലംകാർക്കാണ് റിലേറ്റബിൾ എന്ന് ഞാനിങ്ങനെ പറയുന്നത് കേട്ടായിരുന്നു ഇൻ്റർവ്യൂവിൽ. പക്ഷെ ഞാൻ പത്തനംതിട്ടക്കാരിയല്ലേ. പക്ഷെ ഹൈലി റിലേറ്റബിൾ എന്ന് വെച്ചാൽ ലിറ്ററലി എൻ്റെ അമ്മമ്മ മരിച്ചപ്പോൾ ഞാൻ ഈ സിറ്റുവേഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ സിനിമ കണ്ട് ക്യാബ് ബുക്ക് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ആ വരുന്ന എൻ്റെ ക്യാബാണെന്ന് തോന്നുന്നു, നോക്കട്ടെ. വന്നത് എൻ്റെ ക്യാബല്ല. എൻ്റെ ക്യാബ് പിന്നെ 3 മിനിറ്റ് കാണിക്കുന്നുണ്ട്. എപ്പോൾ വരുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഫോണിൽ ചാർജും തീരുന്നു. എനിക്ക് പൈസ കൊടുക്കണ്ടാവും. ക്യാപ്റ്റൻ എബൌട്ട് ടു അറൈവ്, ഗെറ്റ് റെഡി ടു മീറ്റ് യുവർ ക്യാപ്റ്റൻ. പിന്നെ ഞാൻ കപ്പലിലല്ലേ പോകുന്നത്. ഇനി വന്നാൽ മതി, എടുത്ത് ചാർജ് തീരുന്നതിന് മുമ്പ്. അത് ബൈക്ക് ഏതാണ്ട ഇങ്ങനെ നിൽക്കുന്നു. ഇനിയൊന്നുമില്ല. എനിക്ക് ഇവിടെ ആളറിയാത്ത സ്ഥലമായതുകൊണ്ട് ഇങ്ങനെ ഫോണിൽ ഓരോന്നൊക്കെ കാണിക്കാൻ വലിയ ചമ്മൽ വരുന്നില്ല. കാര്യം എന്നെ ആർക്കും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടുണ്ടിറങ്ങിയത്. ഇപ്പം ഞാൻ പകുതിയല്ല മൊത്തം തിന്നു. ഒന്നുമില്ല. ഇപ്പം ഞാൻ ആഹാരം കഴിക്കാൻ ഉണ്ടാക്കി വെച്ചു, പക്ഷെ അത് കഴിക്കാനുള്ള സമയം കിട്ടില്ല. പിന്നെ ആ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇത് കഴിച്ചു, വടാപ്പാവ്. നല്ലതായിരുന്നു കേട്ടോ. ഞാനൊരു ചായ ലവർ അല്ലായിരുന്നു, പക്ഷെ ആ കടലിൽ ചായ അടിപൊളി ചായയായിരുന്നു, അടിപൊളി. അങ്ങനെ നമുക്ക് ബൈ, വീട്ടിൽ ചെന്നിട്ട് കാണാം ഗൈസ്. വണ്ടി കാത്തു നിന്ന് ഞാൻ മൂഞ്ചിയ ലക്ഷണമാണ് കാണുന്നത് ഗൈസ്. കാര്യം മഴ പെയ്യുന്നു. എൻ്റെ കുടയുണ്ട്, ബട്ട് സ്റ്റിൽ നമുക്ക് ഈ വഴിയിൽ തന്നെ നിൽക്കണം വണ്ടി വരുന്ന അറിയാനായിട്ട്. ഈ രാത്രി വീഡിയോ എടുക്കുമ്പോൾ എന്ത് ഭംഗി. അതായത് മുഖത്തെ കുരു ഒന്നും അറിയുന്നില്ല, ഭയങ്കര ക്ലിയർ സ്കിന്നായിട്ട് തോന്നുന്നു. പുല്ല് മഴ പെയ്യുന്നു.